ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 5ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 5ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ രണ്ടാമത്തെ യൂണിറ്റ് ഖുഷി എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ചിടിയാ കാ ഘർ, ഒരു കവിതയാണ്. നിരങ്കാർ ദേവ് സേവകാണ് അതിൻ്റെ ഓതർ. ചിടിയാ കാ ഘർ കവിതയാണ്, നമുക്കത് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, ശേഷമാണ് പോയട്രി വരുന്നത്. നമുക്ക് നോക്കാം. ചിടിയാ കാ ഘർ, ചിടിയ എന്ന് പറഞ്ഞ പക്ഷി, ഘർ എന്ന് പറഞ്ഞ വീട്. ഓക്കെ. ചിടിയാ ലിയേ ജോൻഷ് മേൻ തിൻകാ ചലി ബനാനെ ഘർ കോൻ രഹേഗാ ഉസ് ഘർ കെ അന്തർ. എന്താ പറയണത്? ചിടിയാ ലിയേ ജോൻഷ് മേൻ തിൻകാ, ചിടിയ പക്ഷി, ജോഞ്ച് കൊക്ക്, തിൻക പുൽനാമ്പ്. അപ്പൊ അതിന്റെ മീനിങ് ചുണ്ടിൽ പുൽനാമ്പുമായി ഒരു പക്ഷി. ചലി ബനാനെ ഘർ, എങ്ങോട്ടാ പോണേ? കൂടൊരുക്കാനായി പോവാണ്. കോൻ രഹേഗാ ഉസ് ഘർ കെ അന്തർ, ആരുണ്ടാവും ആ വീടിന്റെ ഉള്ളിൽ നിന്നാണ് ചോദ്യം. ആ കൂട്ടിനുള്ളിൽ. ഓക്കെ. ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കെ ഉസ് ഘർ കെ അന്തർ. അപ്പോ ചിടിയാ കെ ദോ ബച്ചേ ഹോങ്കെ എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞുങ്ങൾ 2 ഉണ്ടാകാം. എവിടെ? ഉസ് ഘർ കെ അന്തർ, ആ കൂട്ടിനുള്ളിൽ. पर निकले तो उड़ जाएंगे फर 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 फर. ഓക്കെ. അപ്പോൾ പറന്ന് പറഞ്ഞാൽ ചിറകാണ്, ചിറക് മുളച്ചാൽ പറന്നു പോകും. പറ 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 പറന്ന്. ഓക്കെ. അപ്പൊ ഇതാണ് ചിടിയാ കാ ഘർ എന്നുള്ള നിരങ്കാർ ദേവ് സേവകിന്റെ കവിത. ഇതിന്റെ മീനിങ്സ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും നോക്കാം. കവിതയുടെ സാരാംശമാണ് ആദ്യം പറയുന്നത്. കവിതയുടെ സാരാംശം: निरंकार देव सेवक की कविता है चिड़िया का घर. चिड़िया अपने बच्चों के लिए घर बनाती है. അപ്പൊ നിരങ്കാർ ദേവ് സേവകിന്റെ കവിതയാണ് ചിടിയാ കാ ഘർ എന്നുള്ളത്. ഇവിടെ പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് കൂടൊരുക്കുകയാണ്. ചിടിയാ കെ ഘർ കെ ബാരേ മേ കഭി യഹാം വർണ്ണൻ കർത്തേ ഹെ. അപ്പൊ ആ പക്ഷിക്കൂടിനെ കുറിച്ചുള്ള വർണ്ണനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിടിയാ ഘർ ബനാനെ കെ ലിയെ അപ്നി ജോഞ്ച് മേ തിൻകാ ലേക്കർ ചലി. കൂടൊരുക്കാനായിട്ട് കൊക്കില് പുൽനാമ്പുമായിട്ട് പോവുകയാണ് ഈ പക്ഷി. ഉസ് ഘർ കെ അന്തർ ദോ ബച്ചേ ഹോങ്കെ, ആ കൂട്ടിനുള്ളിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. പങ്ക് നികലേ തോ വോ ഉഡ് ജായേംഗെ, പങ്ക് പറഞ്ഞ ചിറക് വന്നു കഴിഞ്ഞാൽ അത് പറന്നു പോകും. അപ്പൊ ഇത്രയാണ് ഈ കവിതയുടെ സാരാംശം. നെക്സ്റ്റ്, പഹചാനെ ലിഖേ. ഇവിടെ തിൻകയും ജോഞ്ചും തന്നിട്ടുണ്ട്. തിൻക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പുൽനാമ്പ്. ജോഞ്ച് എന്താ? അതിന്റെ കൊക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിൽ ആ ബലൂണിൽ അത് ഫില്ല് ചെയ്യണം. ആദ്യത്തെ ബലൂണിൽ ജോഞ്ചും രണ്ടാമത്തെ തിൻക. അടുത്ത ചോദ്യം: ചിടിയാ കി ജോഞ്ച് മേ ക്യാ ഹെ? തിൻക. ചിടിയുടെ കൊക്കിൽ എന്താണ്? പുൽനാമ്പ്, തിൻക. नेक्स्ट, पहचाने और लिखे. घर के अंदर चिड़िया के बच्चे हैं. चिड़िया तिनकों से घर बनाती है. चिड़िया के बच्चे उड़ जाते हैं. ആ ചിത്രത്തിലുള്ളത് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതിയാൽ മതി. ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് പുൽനാമ്പുമായിട്ട് പക്ഷി വരുന്നതാണ്. അപ്പൊ അതിന്റെ ആൻസർ ഏതാ? ചിടിയ തിൻകോം സെ ഘർ ബനാത്തി ഹെ ആണ്. രണ്ടാമത്തെ കുഞ്ഞുങ്ങളുമായിട്ട് പറന്നു പോകുന്നത് ഘർ കെ അന്തർ ചിടിയ കെ, ഇതിന്റെയാണ് കേട്ടോ, ഇതിന്റെയാണിത്. ചിടിയാ കെ അന്തർ, ഘർ കെ അന്തർ ചിടിയാ കെ ബച്ചേ ഹെ. ഈ 3 കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് കണ്ടില്ലേ, അതാണ് വരിക. ദെൻ ഈ ഫിഗറിന്റെ ആൻസർ ചിടിയാ കെ ബച്ചേ ഉഡ് ജാത്തേ ഹെ, പറന്നു പോകുന്നതാണ് കേട്ടോ. ഞാൻ ഈ ആരോ ഇട്ടതൊന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരിക. നെക്സ്റ്റ്, പഹചാനെ ഓർ താലിക വരയും. അപ്പോൾ ഇതിന്റെ ആൻസർ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടെ എഴുതണം. ഘർ കെ അന്തർ കോൻ ഹെ, ഘർ കെ അന്തർ ലഡ്കാ ഹെ. ഒരു ബോയ് ഇവിടെ നിൽക്കുന്നില്ലേ? വീടിനുള്ളിൽ ആരാണ്? വീടിനുള്ളിൽ ഒരു ബോയ് നിൽക്കുന്നുണ്ട് അല്ലെ, ബോയ് ആണ്. കുത്താ കഹാ ഹെ, ഈ നായി പട്ടി എവിടെയാ നിൽക്കുന്നത്? ഈ ഡോഗ് എവിടെയാ നിൽക്കുന്നത്? ആൻസർ കുത്ത ഘർ കെ ബാഹർ, വീടിന് വെളിയിലാണ്. നദി മേ ക്യാ ഹെ? ഈ നദിയിൽ, ഈ റിവറിൽ എന്താണ്? ആൻസർ നദി മേ മച്ചലി ഹെ, റിവറിൽ ഒരു മീനുണ്ട്. ബഗീചെ മേ കോൻ ഹെ? ബഗീച എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം, ഗാർഡൻ ആണ് കേട്ടോ. ഗാർഡനിൽ ആരാണുള്ളത്? ബഗീചെ മേ ലഡ്കി ഹെ, ഗാർഡനിൽ ഒരു പെൺകുട്ടിയുണ്ട്. ചിടിയ കഹാ ഹെ? ബേർഡ് എവിടെയാണ്? പക്ഷി എവിടെയാണുള്ളത്? ചിടിയ പേഡ് പർ ഹെ, മരത്തിലാണുള്ളത്. പൗധേ മേ ക്യാ ഹെ? ഈ പൗധയിലൊക്കെ, ഈ ചെടികളിലൊക്കെ എന്താണ്? പൗധേ മേ ഫൂൽ ഹെ, അതിലെല്ലാം ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ, പൂക്കളുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരിക. യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
താങ്ക് യു ഫോർ വാച്ചിങ്.